പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് അൻതും ബിൽ ഉദ്വത്തിൽ ദുനിയ വഹും ബിൽ ഉദ്വത്തിൽ ഖുസ്വാ. നിങ്ങൾ താഴ്വരയിൽ, അതായത് മദീനയോട് അടുത്ത ഭാഗത്തും അവർ അകന്ന ഭാഗത്തും സാർത്ഥവാഹക സംഘം നിങ്ങളെക്കാൾ താഴെയുമായിരുന്ന സന്ദർഭം ഓർക്കുക. നിങ്ങൾ അന്യോന്യം പോരിനെ നിശ്ചയിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ആ നിശ്ചയം നിറവേറ്റുന്നതിൽ ഭിന്നിക്കുമായിരുന്നു. പക്ഷെ ഉണ്ടാകേണ്ട ഒരു കാര്യം അള്ളാഹു നിർവഹിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. അതായത് നശിച്ചവർ വ്യക്തമായ തെളിവ് കണ്ടുകൊണ്ട് നശിക്കാനും ജീവിച്ചവർ വ്യക്തമായ തെളിവ് കണ്ടുകൊണ്ട് ജീവിക്കുവാനും വേണ്ടി. തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. അപ്പം ബദർ കാര്യം അവിടെ പറയുന്നത്. അപ്പോൾ പ്രവാചകനും കൂട്ടരും മദീനയുടെ അടുത്ത ഭാഗത്താണ് പ്രവാചകനും കൂട്ടരും ഉണ്ടായിരുന്നത്. അവർ അകന്ന ഭാഗത്തും, അവർ വളരെ അകന്ന ഭാഗത്താണ്. അതുപോലെ പിന്നെ സാർത്ഥവാഹക സംഘം എന്ന് വെച്ചാൽ ചരക്ക് വിറ്റ് സിറിയയിലും ഷാമിലൊക്കെ കൊണ്ടുപോയി ചരക്ക് വിറ്റിട്ട് പണവുമായി വിടുന്ന ആ സംഘം താഴത്താണ്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം അവരെ സാർത്ഥവാഹക സംഘത്തിൻ്റെ അടുത്ത് പോയാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അവരെ ആക്രമിച്ചാൽ ഒരുപാട് ഗുണങ്ങൾ. എന്താണ്? താഴെയാണ് അല്ലേ? താഴെ ഇടക്കാണല്ലോ. അപ്പം ഇവർ പിന്നെ മുസ്ലിങ്ങൾ മുകളിലും പിന്നെ ഈ യാത്രക്കാർ സാർത്ഥവാഹക സംഘം താഴെയുമാകുമ്പോൾ എളുപ്പം ആക്രമിക്കാം. അതുപോലെ അങ്ങോട്ട് എത്തിച്ചേരാനും എളുപ്പമാണ് അല്ലേ? ഇറക്കത്തിൽ പോകാൻ എളുപ്പമാണല്ലോ. കയറ്റം കയറി പോകാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അത് എളുപ്പമാണ്. പിന്നെ പണം കിട്ടും, അവരുടെ കയ്യിൽ ധാരാളം പണം കിട്ടും. പക്ഷേ ശത്രുക്കളുമായി ഏറ്റുമുട്ടിയാലോ അവരുടെ കയ്യിൽ പണമൊന്നും ഉണ്ടാവില്ല. ഇനി അവരുടെ കയ്യിലെ പടയങ്കിയോ അവരുടെ കയ്യിലെ കുതിരയോ വാളോ അല്ലെങ്കിൽ അവരുടെ കയ്യിലെ വസ്ത്രങ്ങളോ അത് മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ. പക്ഷെ ഈ സാർത്ഥവാഹക സംഘം, അതായത് കച്ചവടക്കാരുടെ കയ്യിൽ ഒരുപാട് പണവും ചരക്കും ഒക്കെ ഉണ്ടാവും. അതൊക്കെ സ്വന്തമാക്കാം. പിന്നെ അവരുടെ കയ്യിൽ വാളും ഒന്നും ഉണ്ടാവില്ല. എളുപ്പം ഒരു യുദ്ധം ജയിച്ചടക്കാം. എല്ലാം കൊണ്ടും ഗുണമായിരുന്നു. സാർത്ഥവാഹക സംഘത്തെ നേരിടാനാണ് മുസ്ലിങ്ങളിൽ അധിക പങ്കിനും താല്പര്യം. പക്ഷെ അള്ളാഹുവിൻ്റെ തീരുമാനവും പ്രവാചക തീരുമാനവും വേറെയായിരുന്നു. ശത്രുക്കളുമായിട്ട് ഏറ്റുമുട്ടുവാനായിരുന്നു അള്ളാഹുവിൻ്റെ കൽപ്പന. നിങ്ങൾ അന്യോന്യം പോരി നിശ്ചയിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ആ നിശ്ചയം നിറവേറ്റുന്നതിൽ ഭിന്നിക്കുമായിരുന്നു. അപ്പം നിങ്ങൾ ശത്രുക്കളുമായിട്ടാണ് ഏറ്റുമുട്ടേണ്ടത് എന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഭിന്നിക്കുമായിരുന്നു. പല ആൾക്കാരും വരില്ല. കാരണം അവർ 0 തുടങ്ങി വരികയാണല്ലോ. മനസ്സിലായില്ലേ? പ്രവാചകനും ആദ്യമായിട്ടാണ് ഇസ്ലാമിക സന്ദേശം അവിടെ എത്തുന്നത് മക്കയിൽ. അപ്പം അതിന് മുമ്പ് ഇസ്ലാം എന്താണെന്ന് അവർക്കറിയില്ല. ആദനബിയും മറ്റു ആദനബി വന്നത് ഇസ്ലാമിലാണെങ്കിൽ തന്നെയും കുറേ കാലം കഴിഞ്ഞപ്പോൾ അതൊക്കെ മറന്നുപോയി, കൈമോശം വന്നുപോയി. പിന്നെ ഷീസ് നബിയുടെ കാലത്തും അദ്ദേഹം പ്രവാചകത്വം ലഭിക്കുകയും അദ്ദേഹം അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. പിന്നെ നൂഹ് നബിയുടെ കാലത്ത് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും കുറേ കാലങ്ങളോളം അറബി നാട്ടിൽ പ്രവാചകന്മാരില്ലായിരുന്നു. ഇബ്രാഹിം നബി, പിന്നെ ഹാജിറ ബീവിയും ഇസ്മായിൽ നബിയും അവിടെ ഉപേക്ഷിച്ച് പോയ ശേഷം അതിന് മുമ്പും മക്കയിൽ പ്രവാചകന്മാരൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അവർക്ക് സത്യം എന്താണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശത്താണ് 0 തുടങ്ങിയിട്ട് ഇസ്ലാമിക സന്ദേശം പടിപടിയായിട്ട് പഠിപ്പിക്കുന്നത്. ഒന്നും അറിയാത്ത ആൾക്കാരായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഉമർ റളിയല്ലാഹു സ്വന്തം വാളിൻ്റെ മൂർച്ച നോക്കുന്നത് ആടിനൊക്കെ അർത്ഥത്താണ്. അപ്പോൾ അവർക്ക് സംസ്കാര ബോധം എന്താണെന്ന് അറിയില്ല. അതുപോലെ തന്നെ പിന്നെ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കും. കാരണം ജാല്യത. ഒരു പെൺകുട്ടിയുടെ പിതാവാണല്ലോ ഞാൻ, അല്ലെങ്കിൽ വേറെ ഒരുത്തന് കൈ പിടിച്ച് കൊടുക്കേണ്ടവനാണല്ലോ ഞാൻ എന്നൊരിത്. പെൺകുട്ടികളെ മോശമായി അപമാനമായിട്ട് കരുതുന്നത്, പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടാം. അപ്പം അത്രയ്ക്കും സംസ്കാരരാഹിത്യമുള്ള ഒരു സമൂഹമാണ്. അവരെ പടിപടിയായി ഉയർത്തി കൊണ്ടുവരികയാണ്. അപ്പം അവരിൽ പല ബലാധിഷ്ഠിതകളും ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് അവർ ഒറ്റയടിക്ക് അവരെ യുദ്ധത്തിലേക്ക് വരികയാണ്. ശത്രുക്കളുമായി ഏറ്റുമുട്ടണം എന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷം വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് കച്ചവട സംഘവുമുണ്ട്,
പിന്നെ ശത്രുക്കളുമുണ്ട്, യുദ്ധസംഘമുണ്ട്, അതിലേതെങ്കിലും ഒരു സംഘവുമായി ഏറ്റുമുട്ടേണ്ടി വരുമെന്നാണ് പ്രവാചകൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി പുറപ്പെട്ടത്. മനസ്സിലായില്ലേ? ഒന്നുകിൽ കച്ചവട സംഘം, ഒന്നുകിൽ ശത്രുക്കൾ. അത് മഹാഭൂരിപക്ഷം കച്ചവട സംഘവുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വരുമെന്നാണ് ഈ എല്ലാ മുസ്ലിങ്ങളും കരുതിയിരുന്നത്. കാരണം പ്രവാചക യുദ്ധം ഇഷ്ടമില്ലായിരുന്നല്ലോ. മക്കയിലുള്ള സമയത്ത് തന്നെ ഇവർ യുദ്ധത്തിന് വേണ്ടി തിരക്ക് കൂട്ടുമ്പോൾ പ്രവാചകൻ പറയും കൈയടക്കി വെക്കാനാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ എന്ത് കരുതി? പ്രവാചക യുദ്ധം താല്പര്യമില്ലാത്ത ആളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ യുദ്ധസംഘത്തോട് നമ്മൾ ഏറ്റുമുട്ടേണ്ടി വരില്ല, നമ്മൾ കച്ചവട സംഘവുമായിട്ടാണ് ഏറ്റുമുട്ടേണ്ടി വരിക. അത് മാത്രമല്ല, അവർക്ക് മര്യാദയ്ക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നല്ലോ. മദീനയിൽ ഇവർ പിന്നെ അഭ്യർത്ഥികളായി വന്നവരാണല്ലോ. അപ്പം ഈ കച്ചവട സംഘത്തിനടുത്ത് ഒരുപാട് പിന്നെ ചരക്കുകളും ഉണ്ടാവും, പണവും ഉണ്ടാവും. അപ്പം അതായിരിക്കുമെന്ന് മഹാഭൂരിപക്ഷം 95% പേരും വിചാരിച്ചത് നമ്മൾ ഈ കച്ചവട സംഘവുമായിട്ടാണ് ഏറ്റുമുട്ടേണ്ടി വരുമെന്ന് കരുതിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ അവിടെ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് അള്ളാഹു അവർക്ക് പ്രവാചകന് വഹി നൽകി ഈ പിന്നെ ശത്രുക്കളുമായിട്ട്, യുദ്ധക്കാരുമായിട്ട്, യുദ്ധത്തിന് വന്നവരുമായിട്ട്, യുദ്ധസൈന്യങ്ങളുമായിട്ടാണ് ഏറ്റുമുട്ടേണ്ടതെന്ന് അള്ളാഹു അനുമതി നൽകി അങ്ങോട്ട് പോവുകയും ചെയ്തു. ഉണ്ടാകേണ്ട ഒരു കാര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അത് സംഭവം ചെയ്യുന്നത്. അതുപോലെ തന്നെ നശിക്കേണ്ട ഒരു വ്യക്തമായ തെളിവോടുകൂടി നശിക്കണം. വിജയിക്കുന്ന വ്യക്തമായ പിന്നെ തെളിവോടുകൂടി വിജയിക്കും വേണം. മനസ്സിലായി? ഇപ്പോൾ ഉദാഹരണമായിട്ട് 2 ഫുട്ബോൾ കളിക്കാരുണ്ട് കൂട്ടാം. ഒരു കളിക്കാർ നല്ലവണ്ണം കളിച്ചിട്ട് അവർ ശരിക്കും ഗോളടിച്ച് വിജയിച്ചു. അപ്പം അതാണ് യഥാർത്ഥ വിജയം. അതേസമയം അവർ പിന്നെ ഷൂട്ടൗട്ടിലൂടെ വിജയിക്കും. അപ്പോൾ അതൊരു വലിയ വിജയമായിട്ടാരും കണക്കാക്കാറില്ല. ഷൂട്ടൗട്ടിലൂടെ വിജയിച്ച് സാധാരണ കളിച്ച് വിജയിക്കുന്നതാണ് മഹത്തായ വിജയം. അപ്പം അതുപോലെ തന്നെ തെളിവോട് കൂടിയിട്ട് യാദൃശ്ചികമായിട്ട് ഇപ്പം അള്ളാഹുവിനിപ്പോൾ പിന്നെ ശത്രുക്കളെ ഈ മക്കയിലെ മുശ്രിക്കുകളുടെ മേത്തേക്ക് ഒരു ഇടിമിന്നലയച്ച് കൊല്ലാൻ കഴിയും. അതുപോലെ തന്നെ ആ നാടൊന്നായിട്ട് താഴ്ന്നു പോയി അല്ലേ, മക്ക കഅബ വെച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം താഴ്ന്നു പോകുന്ന രൂപത്തിൽ എല്ലാ ജനങ്ങളെയും കൊന്നൊടുക്കാനൊക്കെ അള്ളാഹു കഴിയും. പക്ഷേ തെളിവോടുകൂടി നശിക്കണം. ഇതൊക്കെ പ്രവാചകൻ സത്യസന്ധനാണെന്ന്, ശത്രുക്കൾ വരെ സത്യസന്ധനാണെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു തിന്മയും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ ആയിട്ടും അവർ പ്രവാചകനെ എതിരിട്ടു. അവസാനം അവർ അമ്പെ പരാജയപ്പെട്ട് നശിച്ചുപോയി. അപ്പോൾ അപ്പോൾ ഇതുവഴി മറ്റുള്ളവർക്കും ദൃഷ്ടാന്തമാണ്. സത്യസന്ധനായ പ്രവാചകൻ യുദ്ധം ചെയ്ത് ഈ മക്കയിലെ മുസ്ലിങ്ങൾ അമ്പെ പരാജയം അടഞ്ഞു. അപ്പോൾ ഇത് കണ്ട് മറ്റ് മുസ്ലിങ്ങളും സത്യം മനസ്സിലാക്കുകയും ഇസ്ലാമിലേക്ക് വരികയും വ്യക്തമായ തെളിവോടുകൂടി നശിക്കണം. മനസ്സിലായി? അപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ ഒരു തെങ്ങിന് വലിയ തണ്ടുതുരപ്പം വന്ന് ബാധിച്ചു കൂട്ടാം. അങ്ങനെ പക്ഷെ അതിൻ്റെ ഇതിലേക്കൊന്നും, അല്ലെങ്കിൽ അതിൻ്റെ തണ്ട് പിന്നെ മറ്റൊരു ജീവി, വലിയൊരു വണ്ട് വന്നിട്ട് അതിൻ്റെ തണ്ട് കാർന്നു തന്നതാണ്. പക്ഷെ ആ സമയത്ത് ഒരു ഇടിമിന്നൽ വിട്ടിട്ട് ആ തെങ്ങ് നശിച്ചു പോയി. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക? ഇടിമിന്നൽ മൂലമാണ് തെങ്ങത്തെ നശിച്ചത്. പക്ഷേ അതങ്ങനെയല്ല. അള്ളാഹു എന്ത് ചെയ്തു? ഇടിമിന്നൽ അയക്കാതെ ആ വണ്ട് പരിപൂർണമായിട്ട് കാർന്നു തിന്നാനുള്ള അവസരം നൽകി. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായത് ഇത് വണ്ട് ആക്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് തെങ്ങ് നശിച്ചു പോയി. അപ്പോൾ എന്ത് മനസ്സിലായി? ഈ വണ്ട് മൂലമാണ് നശിച്ചതെന്ന് മനസ്സിലായി. അല്ലാത്ത പക്ഷം എന്താ ജനങ്ങൾ വിചാരിക്കുക? ഇടിമിന്നൽ മൂലമാണ് നശിച്ചത് വിചാരിക്കും. പിന്നെ ഈ വണ്ട് എന്തെങ്കിലും മറ്റ് തെങ്ങിനെ ആക്രമിച്ച് അതിനെ നശിപ്പിക്കും. അപ്പോൾ എന്താണ് കാരണം? യഥാർത്ഥ കാരണം എന്താണെന്ന് പരിപൂർണമായിട്ട് മനസ്സിലാക്കുക. അവർക്കും മനസ്സിലാക്കുക, മറ്റുള്ളവർക്കും മനസ്സിലാക്കുക, വിശ്വാസികൾക്കും മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലായി? മറ്റു ശത്രുക്കൾക്കും വിശ്വാസികൾക്കും ഒക്കെ സംഭവം മനസ്സിലായി. കാരണം അഹങ്കാരം മൂലം പ്രവാചകനെ എതിരിട്ട് അവനെ അവസാനം അവരുടെ ശവക്കുഴി അവർ തന്നെ തോണ്ടി, അല്ലെങ്കിൽ അവരുടെ ശവപ്പെട്ടിക്കുള്ള ആന അവർ തന്നെ അടിച്ചു എന്ന് പരിപൂർണമായി ഏത് കുട്ടികൾക്കും ബോധ്യമായി. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ പ്രവാചകൻ കാട്ടിക്കൊടുത്തു, അല്ലെ ചന്ദ്രനെ പുലർത്തി കാട്ടിക്കൊടുത്തു. അത് ഈ സമയത്തെല്ലാം തോന്നിയ ശേഷം അത് പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് തോന്നുന്നു, ഓർമ്മയില്ലായാലും ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, പ്രവാചകൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിരുന്നിട്ടൊന്നും കേൾക്കാതെ അവർ അഹങ്കാരം മൂലം, താൻ പോരിമ മൂലം, ഞങ്ങളാണ് കഅബയുടെ പരിചാരകർ, ഞങ്ങളാണ് വലിയവർ എന്നൊക്കെ കരുതി അഹങ്കാരത്തോടു കൂടി
പ്രവാചകനോട് എതിരിടാമെന്നും അങ്ങനെ പരിപൂർണമായി നശിച്ചു. അതിന് വ്യക്തമായ തെളിവ് കാട്ടിക്കൊടുത്ത് നശിപ്പിക്കുക. അത് അള്ളാഹുവിൻ്റെ തന്ത്രമാണ്. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. അപ്പം ഇതൊക്കെ ദൃഷ്ടാന്തങ്ങളൊക്കെ ഉണ്ടായിട്ടും അതിൽ നിന്ന് മുഖം തിരിച്ച് നിൽക്കുന്നവർക്ക് തക്കതായ ശിക്ഷയാണുള്ളത് എന്നാണ് ഇതിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടും അത് മുഖവിലേക്ക് എടുക്കാതെ നടക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ ഉണ്ടാകുമാറാകട്ടെ. ഭൂമി പരന്നതാണ് സത്യം മനസ്സിലാക്കിയിട്ടും വീണ്ടും ഉരുണ്ട ഭൂമിയിൽ തന്നെ നിൽക്കുകയും പരന്ന ഭൂമിക്കാരെ അവഹേളിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടായിരിക്കട്ടെ. ആമീൻ.